ഈ ഇരുമ്പമ്പുളിയില്ലേ, ഇരുമ്പമ്പുളി അച്ചാറിടുമ്പോൾ ഇതേപോലുള്ള ചെറിയ ഇരുമ്പമ്പുളി നോക്കിയിട്ട് അച്ചാറിടണം. ഇത് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കിഡ്നിക്കൊക്കെ ഭയങ്കര കേടാന്ന് പറയുന്നത്. ആസിഡ്, അതിലൊരു ആസിഡ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഈ പ്രായത്തിൽ പൊട്ടിച്ചിട്ട് നമ്മൾ ഇതിന് അച്ചാറിടണം. പിന്നെ ഇത് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാളയിൽ അങ്ങനത്തെ മീനിലൊക്കെ ഇടാം. പക്ഷേ അത് അങ്ങനെ ഇടുമ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് കളയണം. അതിൻ്റെ ഒരു കാരുണ്ടാവും, അത് കളയണം. എന്നിട്ടാണ് നമ്മൾ കറിയിലിടുക. ഡയറക്റ്റായിട്ട് ഇടരുത്. അപ്പോൾ ഇരുമ്പുളി നമുക്ക് അച്ചാറിടാം. ഇതുകൊണ്ട് ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കണവരുണ്ട് കേട്ടോ. ഇഞ്ചി ഈ കോൽപ്പുളിക്ക് പകരം ഈ ഇരുമ്പുളി വെച്ചിട്ട് ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഈ വൃത്തിയാക്കിയ ഇരുമ്പുളിക്ക് നമുക്ക് ഈ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് പരട്ടി നല്ല പോലെ വെക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ. നമുക്ക് നല്ല എണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ നല്ല പോലെ ചൂടായിട്ടാണ് ഇനി നമുക്ക് ഇതിലേക്ക് കായം, ഒരു കഷ്ണം കായം ഇട്ട് കൊടുക്കാം കേട്ടോ. കായം നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. കായം എണ്ണയിലിട്ട് നന്നായിട്ട് പൊരിഞ്ഞ് വരട്ടെ. നമ്മുടെ കായം പൊരിഞ്ഞു. ഇനി ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കും. ഉലുവ 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ വഴിക്ക് തന്നെ എടുക്കണം കേട്ടോ പെട്ടെന്ന്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ചൂടായ എണ്ണയെ കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് വേഗം എടുത്ത് മാറ്റും. നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് വറുത്തെടുക്കണം. വെളുത്തുള്ളി ഇരുമ്പുളി വെളുത്തുള്ളി ഒന്നും നല്ലതാണ്. മാങ്ങയിലായാലും നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്. ഇതുപോലെ വറുത്തെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. വെളുത്തുള്ളി നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വെളുത്തുള്ളി നമുക്ക് ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് കോരി മാറ്റാം. ഇനി ഈ വെളുത്തുള്ളിയും ഈ കായും ഉലുവയും കൂടിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. മിക്സിയിൽ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഇത് നമുക്ക് ഇത് പൊടിച്ചെടുക്കാം. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് മുളക് പൊടി ചേർക്കണം കേട്ടോ. മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ മുളക് പൊടി ചേർക്കാൻ പോവാണ്. ഒരു 4 സ്പൂണൊക്കെ മുളക് പൊടി ചേർക്കാം കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കണത്. കാശ്മീരി മുളകല്ല കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മൂപ്പിക്കണം. ചെറിയ തീ വെച്ച് കൊടുക്കാം കേട്ടോ. ചെറിയ തീ മതി, പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ല ചൂടുണ്ട്. ചെറിയ തീ വയ്ക്കാം. ചെറിയ തീയിലാണിത് വാട്ടിയെടുക്കുന്നത്. മുളക് നന്നായിട്ട് മൂത്ത് വരണം. ഇത് നമുക്ക് ഇതിലേക്ക് ഇരുമ്പുളി ചേർത്ത് കൊടുക്കാം. മുളകൊക്കെ മൂത്തിട്ടുണ്ട്. നമ്മൾ ഇരുമ്പുളി ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇരുമ്പുളി ചേർത്ത് നല്ല പോലെ യോജിപ്പിക്കണം. നല്ല പോലെ യോജിക്കുന്നത് നേരത്തെ പൊടിച്ച് വെച്ച ആ കായം, ഉലുവ, വെളുത്തുള്ളി ഇതൊക്കെ കൂടിയിട്ട് പൊടിച്ച് വെച്ചതാണ്. ഇതും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. പുളിക്കനുസരിച്ച് ചേർക്കാം. ഇത് അധികം പുളിയില്ലാത്ത ഇരുമ്പുളിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിനാഗിരി ചേർക്കാം. ഈ ഇരുമ്പുളി അച്ചാർ അധികം ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം ഇത് ഇപ്പോൾ ഈ ചള്ളിയിൽ പൊട്ടിച്ച് അച്ചാറിട്ടാൽ കുഴപ്പമില്ല. ഇത് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ആസിഡ് ഉണ്ടാവും. ആ ആസിഡ് ഈ ശരീരത്തിന് അത്ര നല്ലതല്ല. അത് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് കിഡ്നിക്കൊക്കെ പ്രശ്നമാണെന്നാണ്. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്കൊന്നും ഇത് പൊട്ടിച്ച് കൊടുക്കരുത്. ഇരുമ്പുളി പൊട്ടിച്ച് തിന്നാൻ കൊടുക്കരുത്. അപ്പോൾ ഇത് വല്ലപ്പോഴൊക്കെ ഒന്ന് വായിക്ക് ടേസ്റ്റിന് കൂട്ടാം. പക്ഷേ എന്നും ഇത് ഉപയോഗിക്കരുത്. ഇരുമ്പുളി അച്ചാർ റെഡി ആയിട്ടാണ്. നല്ല യോജിച്ച് നല്ല കായത്തിൻ്റെ ഉലുവേരി ആ വെളുത്തുള്ളിയൊക്കെ മണമുണ്ടല്ലോ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ അത് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അധികം ഒന്നും കൂട്ടരുത്. അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഇരുമ്പുളി അച്ചാർ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.